ചേതന FM 90.8 ഇനി കേൾക്കാം ഓണാട്ടുകരയുടെ കാർഷിക പൈതൃകത്തിലൂടെയുള്ള ഒരു യാത്ര. മണ്ണറിവ് നല്ലറിവ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴക്കര. ഇന്നത്തെ അതിഥി ക്ഷീര കർഷകനായ ശ്രീ അരുൺ. നമസ്കാരം. ഏതാണ്ട് 27 വർഷത്തിലേറെക്കാലം ദുബായിൽ ജോലി ചെയ്തു. അത് വളരെ എനിക്ക് തോന്നുന്നു സകുടുംബം, വലിയൊരു കൂട്ടുകുടുംബമായിട്ട് ദുബായിൽ ഉന്നതമായ നിലയിൽ ജോലി ചെയ്തതിന് ശേഷം വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ചു പോരേണ്ടി വരും. അച്ഛനും അമ്മയ്ക്കും ചില അസ്വസ്ഥതകളും രോഗപീഠകളും ഒക്കെ വന്നിട്ട് തിരിച്ചു പോരാൻ നിർബന്ധിതമായതാണ്, അല്ലാതെ ജോലി ഉപേക്ഷിച്ചു പോകുന്നതല്ല. പക്ഷേ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട്, ഒരു 1.5 വർഷത്തിലേറെയായിട്ട് വളരെ സജീവമായി ഈ പശു വളർത്തലിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ. ഒരു പ്രവാസി വളരെ ഉന്നതമായ നിലയിൽ ജോലി ചെയ്യുന്നു, സാമ്പത്തികമായ പ്രശ്നങ്ങളെ ഒന്നുമേയില്ല. പക്ഷേ എങ്കിലും തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം നേരെ കൂടുതൽ എരുത്തിലുകൾ ഉണ്ടാക്കുക, കൂടുതൽ പശുക്കളെ വാങ്ങുക, അങ്ങനെ പശു വളർത്തലിലേക്ക് വ്യാപരിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു അത്ഭുതമാണ്. ആരും തയ്യാറാകാത്തൊരു കാര്യമാണ്. എന്തിനാണ് ഈ വയ്യാവേലി വലിച്ച് തലയിൽ വയ്ക്കുന്നതെന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. സത്യമാണ്. കാരണം അലസത കൂടപ്പിറപ്പായി മാറുന്ന, പ്രത്യേകിച്ച് മലയാളിയുടെ കാര്യത്തിൽ അത് ഒരു പണത്തൂക്കം മുന്നിലാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് അരുണ് ഒരു മാതൃകയാണ്. ഇത് വെറുതെ പൊങ്ങച്ചം പറയുകയോ അല്ലെങ്കിൽ വെറുതെ പുകഴ്ത്തുകയോ അല്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ എങ്ങനെ അധ്വാനമുള്ള ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം എന്ന് ആലോചിക്കുമ്പോൾ ഞാനതിന് സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് മണ്ണിലേക്കും എരുത്തിലേക്കും പശു വളർത്തലിലേക്കും ഇറങ്ങുക എന്ന് പറയുന്നത് ഇന്നൊരു സാഹസമാണ്. അപ്പോൾ അതിന് തയ്യാറായ ആ മനസ്സിന് മുൻപിൽ ഹൃദയപൂർവ്വം നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് 2 വർഷക്കാലത്തെ പശു വളർത്തലിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ചേതന റേഡിയോ ശരിക്കും പറഞ്ഞാൽ ഓണാട്ടുകരയുടെ ശബ്ദമാണ്. മണ്ണറിവ് നല്ലറിവ് എന്ന് പറയുന്ന ഈ അഭിമുഖ പരമ്പരയിൽ ഉൾപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യുന്ന ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം അരുണിനെ സ്വാഗതം ചെയ്യും. അപ്പം എന്താണ് ഇപ്പം കഴിഞ്ഞ 2 വർഷത്തെ ഒരു അനുഭവം നോക്കുമ്പോൾ, പശു വളർത്തൽ നമുക്ക് കേൾക്കുന്നവർക്ക് രാവിലെ പാല് കിട്ടുക, കാരണം മലയാളിയുടെ ജീവിതം ഒരു ദിവസം ആരംഭിക്കുന്ന ഒരു ചൂട് ചായയും ഒരു കയ്യിൽ പത്രവുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ അതൊരു ശീലമാണ്, ഒരു ശീലവൽക്കരണമാണ്. പക്ഷേ അവിടെ ഈ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അതിൻ്റെ പാല്, അവിടെ പശു, ആ പശു വളർത്തൽ, ഇതൊന്നും നമ്മൾ ചിന്തിക്കാതെ പോകുന്നു. പലപ്പോഴും പശു വളർത്തലിനെ കുറിച്ച് ആലോചിക്കുന്നത് പാലിന് വില കൂടുമ്പോൾ മാത്രമാണ്. പാലിന് 4 രൂപ കൂടുന്നു എന്ന് പറയുമ്പോൾ വല്ലാതെ വിമ്മിഷ്ടമാണ് ആളുകൾ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ പശു വളർത്തലിനെ കുറിച്ച് ആകെ ഒന്ന് അന്വേഷിക്കുന്നതും നമ്മുടെ ചിന്തയിലേക്കും പൊതുസമൂഹത്തിൻ്റെ ചിന്തയിലേക്കും വരുന്നത്. ശരിക്കും പശു വളർത്തലിലേക്ക് ഇറങ്ങിയപ്പോൾ അതിന് പ്രേരിപ്പിച്ച ഒരു കാര്യം എന്താണ്? പശു വളർത്തൽ തന്നെ വേണം, എനിക്ക് പശുവിനെ വളർത്തണം, കൂടുതൽ പശുക്കളുമായി ഇടചേർന്ന് ജീവിക്കണം, എരുത്തിലുകൾ ഉണ്ടാകണം എന്ന്, അങ്ങനെ ഒരു ചിന്ത ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടാകാനുള്ള ഒരു പശ്ചാത്തലം എന്താണ് അതിൻ്റെ ഒരു പ്രേരണ? എനിക്ക് ജീവജാലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മൃഗമാണ് പശു. അത് കഴിഞ്ഞ് നായ. അപ്പം എൻ്റെ മനസ്സിൽ കൊച്ചിലെ മോലെ കണ്ടു വളർന്നിരുന്നു. എൻ്റെ അമ്മൂമ്മയാണെങ്കിലും എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നെങ്കിൽ അവരെല്ലാവരും അവിടെ പശുക്കളുണ്ടായിരുന്നു. അന്നും ഞാൻ അവരുടെ കൂടെ നിന്ന് ഇതിനെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അമ്മാവൻ പഴയകാല ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. അമ്മാവൻ്റെ കൂടെ ഞാൻ പലയിടത്തും എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പലയിടത്തും അമ്മാവൻ എനിക്കൊരു താല്പര്യമാണെന്നൊക്കെ അറിഞ്ഞ് ഒക്കെ എവിടെയെങ്കിലും അമ്മാവന് ചികിത്സാരംഗത്തൊക്കെ പോകുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകും. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പല നുറുങ്ങു പരിപാടികളും എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്നെങ്കിലും ഇപ്പോഴാണല്ലോ ഫാം എന്നുള്ളൊരു ചിന്ത വരുന്നു. അപ്പം പശു വളർത്തണം എന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന് പശു മാറി നിന്നത്. ആ പഴയ എരുത്തിലും തൊഴുത്തെന്ന് പറയുന്നത് നമ്മുടെ എരുത്തിലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 10 വർഷം പശു ഇല്ലായിരുന്നെങ്കിലും ഞാൻ ഈ തൊഴുത്ത് വർഷാവർഷങ്ങളിൽ സംരക്ഷിക്കുമായിരുന്നു. അത് ഇപ്പോഴും ആ പഴയ തൊഴുത്ത് ഇപ്പോഴും ഉണ്ട്. അത് കണക്കും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ അന്നത്തെ പശുക്കളുടെ ശരീര വലുപ്പം ഒക്കെ കുറവായിരുന്നെങ്കിലും അപ്പം അതിനനുസരിച്ചുള്ള കണക്കും അതിൻ്റെ ഉള്ളളവുകളും എല്ലാം അങ്ങനെയായിരുന്നു. ഞാനിപ്പം ആശാരിയെ കണ്ട്, അവരാണല്ലോ ഇതിൻ്റെ കണക്ക് നിശ്ചയിക്കുന്നത്. പുള്ളിയെ കണ്ടു. അപ്പോൾ എനിക്കതിന് കുറച്ച് വീതി കൂട്ടണമെന്ന് പറഞ്ഞു. പുള്ളി അത് വന്ന് നോക്കി എല്ലാം കണക്കെല്ലാം വ്യക്തമാക്കി തന്നിട്ട് എന്നോട് പറഞ്ഞു അത് ഒന്ന് പരിഷ്കരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു കൊച്ചു കിടാവിനെ വാങ്ങിച്ചു വളർത്തും. അങ്ങനെ ഞാൻ പലയിടത്തും അന്വേഷിച്ച് ഇങ്ങനെ നടന്നപ്പം പലരും പല അഭിപ്രായം എന്നോട് പറഞ്ഞു, എന്തിനാ കിടാവിനെ വാങ്ങിച്ചു വളർത്തുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പശുവിനെ അങ്ങ് വാങ്ങിക്കരുത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സമീപപ്രദേശത്ത് നിന്ന് തന്നെ ഒരു കടിഞ്ഞൂൽ കിടാവിനെ, ഒരു 8 മാസം ഗർഭിണിയായിരുന്നു, അതിനെ വാങ്ങിച്ച് ഞാൻ വളർത്തി. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അതിനെ കൊണ്ടുവന്നത്. ആ വീട്ടുകാരും എന്നെ ഓമനെ പോലെ നോക്കി. സാഹചര്യം കൊണ്ട് അവർ വിറ്റുപോയത്.
അങ്ങനെ വളർത്തി അതൊരു 1 മാസം 8 മാസം കഴിഞ്ഞു, ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് പ്രസവിച്ചു. അത് ആദ്യമായിട്ട് എനിക്ക് തന്നെ ഒരു പശുക്കിടാവായിരുന്നു. അതിനെ ഞാൻ സംരക്ഷിച്ചു. ഞാൻ ഒറ്റയ്ക്ക് അന്നതിന് ആരും സഹായം, വീട്ടുകാർ സഹായിക്കും, അല്ല പുറത്തുനിന്ന് ആരും സഹായമില്ല. ഞാൻ എന്നെ സംരക്ഷിച്ചു. അങ്ങനെ ആയപ്പം അതൊരു ജൂണിലായിരുന്നു. ഇപ്പം 2 വർഷമാകുന്നു. ഈ ജൂൺ ആകുമ്പോൾ 2 വർഷമാകുകയാണ്. ജൂൺ 23 പ്രസവിച്ചത്. ഞാൻ ജൂൺ 1 കണ്ട് അതിനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്തൊരു പശുവും കൂടെ ആയാൽ എന്താ, ഇതിനൊരു കൂട്ട്. അങ്ങനെ എന്നെ അന്വേഷിച്ച് വീണ്ടും നാട്ടുമ്പുറത്തുനിന്നൊരു പ്രസവിച്ച പശു, കടിഞ്ഞൂൽ പ്രസവിച്ച പശുവിനെ വാങ്ങിച്ചു. പ്രസവിച്ച് 3 ആഴ്ചയായ ഒരു പശുവിനെ. അപ്പം ഇതിനേക്കാളിലും അന്നേരവും ഞാൻ ഈ പാലിൻ്റെ അളവല്ല നോക്കിയത്. ആദ്യത്തെ പശു ഒരു ക്രോസ് ബ്രീഡ് പശു ആയിരുന്നെങ്കിൽ അതിനകത്ത് വലിയ പാലൊന്നും ഇല്ലായിരുന്നു. രണ്ടാമതൊരു പശുവിനെ വാങ്ങിച്ചു. അത് അളവിലുള്ളൊരു പശു. അത് ആ വീട്ടുകാർ തന്നെ പറഞ്ഞ് അതിനെ കൊണ്ട് അതും ഒരു പശുക്കിടാവായിരുന്നു. അത് കഴിഞ്ഞ് അത് ഞാൻ വാങ്ങിക്കുന്നത് ജൂലൈയിലാണ്. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പശുവിനെ വാങ്ങിക്കണമല്ലോ എന്നുള്ള ഇത് 2 ഞാൻ സംരക്ഷിച്ചുകൊണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള നമുക്ക് മനസ്സിലായി, കഴിഞ്ഞാൽ അതിൻ്റെ സമ്പ്രദായങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ 3ാമതൊരു പശുവിനെ, അതിനെ ഞാൻ സെപ്റ്റംബറിൽ വാങ്ങിച്ചു. അപ്പം ഓഗസ്റ്റ് വാങ്ങിച്ചു. ഓഗസ്റ്റിൽ എന്നെ വാങ്ങിച്ചു. ഓഗസ്റ്റ് 23 എനിക്ക് ഓർമ്മയുണ്ട്. ഓഗസ്റ്റ് 23 ഞാൻ എന്നെ വാങ്ങിച്ചു. അതും ഒരു പശുക്കിടാവ്. അതിനെ പ്രസവിച്ചിട്ട് വാങ്ങിച്ചു. അതും കടിഞ്ഞൂൽ പശുവാണ്. അതൊരു HF ഉള്ള HF ഇനത്തിലുള്ള പശുവായിരുന്നു. നല്ല പശുവായിരുന്നു. അതിനെ വാങ്ങിച്ചു. അതും ഒരു പശുക്കിടാവ്. അപ്പോൾ എനിക്ക് കിട്ടിയതെല്ലാം പശുക്കിടാക്കളാണ്. അതും കഴിഞ്ഞു. അതും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ സെപ്റ്റംബറിൽ ഞാനൊരു പശുവിനെ വാങ്ങിച്ചു. കറക്റ്റ് 1 മാസം ആകുമ്പോൾ അടുത്ത പശുവിനെ വാങ്ങിച്ചു. എനിക്ക് അതെല്ലാം നാട്ടുപുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. വീട്ടുകാർ വളർത്തിയ പശുക്കളെ എല്ലാം ഞാൻ കണ്ടറിഞ്ഞ് വാങ്ങിച്ചതാ. വീട്ടുകാർ അതുപോലെ നോക്കി വളർത്തിയ പശുക്കളാണ്. അത് കഴിഞ്ഞ് 3 സെപ്റ്റംബറിൽ ഒരു പശുവിനെ, അത് ചുനക്കര സൈഡിൽ നിന്ന് വാങ്ങിച്ചത്. അതും ഒരു പശുക്കളായിരുന്നു. അങ്ങനെ ആയി. ഒക്ടോബർ ആയപ്പോഴത്തേക്ക് എനിക്ക് 1, 2, 3, 4, 5ാമത്തെ പശുവായി. ഒക്ടോബറിൽ ഒരു പശുവിനെ വാങ്ങിച്ചു. അപ്പം ജൂൺ മുതൽ ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ എല്ലാം കിടാക്കളെല്ലാം പശുക്കിടാക്കളും എല്ലാം ഇതായിട്ട് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് പുറത്തുനിന്ന് അങ്ങനെയുള്ള ഒരു ഇതില്ല. വീട്ടുകാരെന്ന് വെച്ചാൽ അവർക്കും ഇതിനകത്ത് മുൻപരിചയം. എൻ്റെ വൈഫിനാണെങ്കിലും കുട്ടികൾക്കാണ് അതൊരു രസമായിരുന്നു. അവർക്ക് ഒരു കൗതുകത്തോടുകൂടി വളർത്തുമായിരുന്നു. തീറ്റയെടുത്ത് തരാനും ഒക്കെ എൻ്റെ കൂടെ നിന്ന്. ഞാൻ 5ാമത്തെ പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് തന്നെ പറ്റില്ല. 5ാമത്തെ പശു അത് പക്ഷേ ഒരു കാളക്കുട്ടിയായിരുന്നു. അതും ഞാൻ നാട്ടുമ്പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചു. നല്ല പശു. അപ്പോൾ 5ാമത്തെ ആയപ്പോഴത്തേക്ക് പലരും എന്നെ ഉപദേശിക്കാൻ തുടങ്ങി, തന്നെ കഷ്ടപ്പെടണ്ട, ആരോഗ്യത്തിനെ അത് ബാധിച്ചു. എനിക്ക് കാലിനൊരു ചെറിയൊരു പ്രശ്നം വന്നു, ഇടത് കാലിൻ്റെ മുട്ടിനൊരു പ്രശ്നം വന്നു. അന്നേരം എല്ലാവരും ആരെങ്കിലും ഒരു സഹായം നിർത്തി. അങ്ങനെ അന്വേഷിച്ച് എനിക്ക് പശുവിനെയൊക്കെ വാങ്ങിച്ചു തരുന്ന ഒരു തമിഴ്നാട്ടിലുള്ള ഒരു സഹോദരനുണ്ട്. പുള്ളിയോട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിയുടെ ബന്ധത്തിലുള്ള കുറച്ച് പ്രായമുള്ള ഒരാളെ ഇതന്നു സഹായിയായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. അപ്പോഴെനിക്ക് ആദ്യത്തെ തൊഴുത്ത് അന്നേരം പോരാതെയായി. അപ്പോൾ വീണ്ടും തൊഴുത്ത് ഒന്നുകൂടെ വേണം. അന്നേരം ഞാൻ ഡിസംബറിൽ പ്ലാൻ ചെയ്തു തൊഴുത്ത് വലുതാക്കി. കാര്യം ഇതെല്ലാം പശുക്കുട്ടികളുമാണ്. അപ്പോൾ ഇതിനെ ഒന്നും നമ്മൾ എല്ലാം നല്ല ഇനത്തിലുള്ള പശുക്കുട്ടികളുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ തൊഴുത്തൊന്ന് കുറച്ചുകൂടെ വിപുലപ്പെടുത്താം വിചാരിച്ച് തൊഴുത്തിൻ്റെ പണി ആരംഭിച്ചു. ജാനുവരിയിൽ ആരംഭിച്ചു. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആയപ്പോഴത്തേക്കും പണി കഴിഞ്ഞ് ഈ പശുക്കളെല്ലാം അതിനകത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ട് കണ്ടാൽ ഇഷ്ടം തോന്നിയാൽ വാങ്ങിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പം എത്ര പശുവുണ്ട്? ഇപ്പം പശുവും കുട്ടികളും എല്ലാമായിട്ട് എനിക്കൊരു 30-നോടടുത്തുണ്ട്. 30-നോടം പശു. കറവയുള്ളത് എത്ര ഉണ്ട്? കറവയുള്ള 15 പശുക്കളെ. പിന്നെ പഴയ പശുക്കളുടെ കിടാക്കളെല്ലാം വലുതായി. അതും ഇപ്പോൾ പശുക്കളായി മാറി. അതുങ്ങളെയൊക്കെ ഞാനിപ്പം കുത്തിവെപ്പിച്ചു. അതിൽ 2-3 പശുക്കൾക്ക് ജനയായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പം നമ്മളുടെ ഈ കന്നുകാലി സമ്പത്തിൻ്റെ ഒരു എണ്ണം എടുത്താൽ മൊത്തം എത്രയായി? എല്ലാം കൂടി ഒരു 30-നടുത്ത് പശുക്കളായി. ഇപ്പം ഞാൻ കുറച്ച് പശുക്കുട്ടികളെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. സമയപ്രദേശങ്ങളിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ അവരോടൊരു കണ്ടീഷനും വെച്ചിട്ടുണ്ട്. നിങ്ങൾ വളർത്തി അവർക്ക് പാലെടുക്കാനല്ല, വളർത്തി അവർ അതിനെ ഗർഭിണിയാക്കി ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം എന്നുള്ള കണ്ടീഷനിൽ കൊടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇനി നിങ്ങൾക്ക് അതുവരെ പോകാൻ പറ്റിയില്ലെങ്കിലും എന്നെ അറിയിപ്പിക്കണം, ഞാൻ വാങ്ങിച്ചോളാം കണ്ടീഷനിൽ ഞാനിപ്പോൾ ഒരു 4 എണ്ണത്തിന് കൊടുത്തിട്ടുണ്ട്. വളർത്താൻ കൊടുത്തിരിക്കുകയാണ്. അപ്പം പക്ഷേ അവർ വാങ്ങിച്ചു അതിൻ്റെ ഒരു തുക വാങ്ങിച്ചിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നു. ഇനി വേറൊന്ന്, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ചെറിയ കാര്യമല്ല. ഇത് നമുക്ക് ഇപ്പോൾ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പശുവിനോടും പശു വളർത്തലിനോടുമുള്ള അദമ്യമായ ഒരു മനസ്സിൻ്റെ ഹൃദയപക്ഷം ചേർന്ന ഒരു മനസ്സാണ് ഇതിലേക്ക് നമ്മളെ നയിച്ചത്. വേണമെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു,
സാമ്പത്തികമായി ഒട്ടും ഒരു അപര്യാപ്തതയോ ബുദ്ധിമുട്ടുകളോ ഇല്ല. ഈ പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരെല്ലാം ചെയ്യുന്നത് പണം പലിശയ്ക്ക് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞൊരു ബോർഡും ഒക്കെ വെച്ചതിന് ശേഷം അവിടെ വെറുതെ ഇരുന്ന് സമയം പൂക്കുകയാണ്. കാരണം കിട്ടുന്നത് ലാഭമല്ലേ. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും. ഇത് കുടുംബപരമായി കിട്ടി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു നന്മയാണ്, തീർച്ചയായിട്ടും. അല്ലാതെ ഇത് വെറുതെ ഒരാൾക്ക് കിട്ടുന്നതല്ല. ഇപ്പോൾ അരുണ് ഒരു പ്രദേശത്തിൻ്റെ ആകെ പാൽക്കാരനാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയാം. സത്യം പറഞ്ഞാൽ തഴക്കര എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ പാൽക്കാരനായി അരുൺ മാറാൻ കഴിഞ്ഞു. അരുണിനെ അന്വേഷിക്കാത്തവരില്ല. ഇപ്പൊ ചാണകം വേണം, ഉടൻ അരുണിന്റെ പേരാണ് പറയുന്നത്. ഇനി 1 ലിറ്റർ നല്ല പാല് വേണം, ഉടൻ അരുൺ വന്നു കഴിഞ്ഞു. ഇപ്പൊ ഇച്ചിരി ഗോമൂത്രം വേണം, അത് അരുണിനെ അന്വേഷിച്ചു. ഇപ്പൊ അരുൺ സമം പശു വളർത്തൽ എന്നുള്ള ഒരു സമവാക്യം ഈ അടുത്ത സമയത്ത് അതെനിക്ക് വളരെ മനസ്സിന് സന്തോഷം ചെയ്ത ഒരു കാര്യമാണ്. അടുത്ത സമയത്ത് 1-2 കേസുകളുണ്ടായി. ക്ഷേത്ര പൂജകൾക്ക് ഒരു ക്ഷേത്രത്തിന് അവർക്ക് രാവിലെ ഒരു 10 ലിറ്റർ പാല്, വൈകുന്നേരം ഒരു 12 ലിറ്റർ പാല്, വേറൊരു ക്ഷേത്രത്തിന് 3 ദിവസം അവർക്ക് 10 ലിറ്റർ പാല് വെച്ച് വേണം. പക്ഷെ അവരിത് എന്നെ അന്വേഷിച്ച് വന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമായി. അത് വെളുപ്പിനെ വേണം, അത് ഇന്ന പശുവിൻ്റെ ഒരു പശുവിൻ്റെ തരാവൂ, അല്ലെങ്കിൽ വേറെ അതിൻ്റെ രീതികളുണ്ട്, അതിൻ്റെ ആ രീതിയിൽ തരണം. അപ്പം അവർ വിശ്വസിച്ച് എൻ്റെ അടുത്ത് വന്നെങ്കിൽ അത് നമുക്ക് സമൂഹം തരുന്ന ഒരു അംഗീകാരമാണ്. അതായത് ആ ആളിനെ സമീപിച്ചാൽ അതാണ് ഒരു വിശ്വസ്തതയുടെ പര്യായമായി അത് മാറുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു മൊത്തം എത്ര ലിറ്റർ പാല് നമുക്ക് കൊടുക്കാൻ, ഇപ്പം പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അരുൺ കാറിലും വാഹനങ്ങളിൽ പാല് നല്ല കുപ്പികളിലാക്കി ഒരു സഹായിയെ കൂടെ കൂട്ടി പാല് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. മാത്രമല്ല അത് ഓരോ വീട്ടിലും പ്രത്യേകം കുപ്പികളുണ്ട്. അതിനൊരു കൃത്യതയുണ്ട്. കാരണം കൃത്യസമയത്ത് കിട്ടുന്നു, അത് വളരെ ശുദ്ധമായി നമുക്കത് വാങ്ങാൻ കഴിയുന്നു എന്നൊക്കെയുള്ളത്. എത്ര ലിറ്റർ പാൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു? രാവിലെ ഏകദേശം ഒരു 100-150 ലിറ്ററിനകം 150 ലിറ്റർ പാല് രാവിലെ 150 ലിറ്റർ. അതിൽ ഞാനൊരു 50 ലിറ്റർ പാലോളം ഞാൻ സൊസൈറ്റി കൊടുക്കുന്നു, മിൽമയ്ക്ക് കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ആവശ്യക്കാർ ഏറെയുണ്ട് പാല് പുറത്ത്, പക്ഷെ എനിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന വീടിൻ്റെ അവിടെ നിന്നും കുറച്ച് മാറി മാലിക്കര, പുതിയകാവ്, കല്ലുമല ഏരിയയിലൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടം വരെ കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഒരാൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കണം. അതിനതൊക്കെ ഒരു ഇതെനിക്ക് ഇതുവരെ ആയിട്ടില്ല. പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്, തൈര്, നെയ്യൊക്കെ അത്യാവശ്യത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്, തൈരും നെയ്യും ഒക്കെ. പക്ഷേ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് വിപുലപ്പെടുത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ബാക്കിയുള്ള പാല് ഞാൻ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്, പുറത്തും കൊടുക്കും. സൊസൈറ്റി രാവിലെ ഏകദേശം ഒരു 50 ലിറ്റർ പാലോളം കൊടുക്കും ഡെയിലി. ഒരു പക്ഷേ ആ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പാല് കൊടുക്കുന്നത് അരുണായിരിക്കും. കുറേ നാൾ കൊണ്ട് ഞാനാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മാവേലിക്കര നഗരസഭയിലെ മികച്ച ക്ഷീരകർഷകനായിട്ട് തന്നെ അംഗീകരിച്ചു. മാത്രമല്ല ഒരുപാട് അംഗീകാരങ്ങൾ ഇതിനോടകം തന്നെ, സംഘടനകളുടെ. കാരണം അത് എന്തുകൊണ്ടാണെന്നറിയോ, ഇന്നത്തെ കാലത്ത് ഈ പശു വളർത്തൽ എന്ന് പറയുന്ന ജോലി സ്വയം ഏറ്റെടുക്കാൻ ഒരാളും തയ്യാറാകത്തില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തെ അവിടെ ഉറപ്പിച്ചു നിർത്തുകയാണ്. കാരണം നമുക്ക് എരുത്തിലും പശു അല്ലാതെ മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് വ്യാപരിക്കാൻ കഴിയില്ല. കാരണം നമ്മളിവിടെ തളച്ചിടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആളുകൾ പ്രധാനമായിട്ടും അതിൽ നിന്നും വഴുതി മാറിപ്പോകുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ അതിൽ നിന്നാലേ നമുക്ക് സഹായികളുണ്ടെങ്കിലും നമ്മളതിൽ നിന്നാൽ മാത്രമേ, നമ്മളതിൽ ഫുൾ ടൈം അതിനകത്ത് ഇൻവോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മളുടെ ഒരു സഹായം ഇന്ന് എത്തിയില്ല. അപ്പം അതുകൊണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടായി. അങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ 24 മണിക്കൂറും ഇതിനകത്ത് നമ്മൾ കാണണം. ശരിക്കും പറഞ്ഞാൽ പശു വളർത്തലിലേക്ക് ആളുകൾ, ചെറുപ്പക്കാർ കടന്നു വരുന്നില്ല, ആളുകൾ സ്വമേധയാ വരുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ അധ്വാനം ഒരു കഠിനാധ്വാനത്തിൻ്റെ തപസ്യയാണ്. കാരണം ഒരു എരുത്തിൽ ജീവിതം തളച്ചിടപ്പെടുകയാണ്. കാരണം അവർക്ക് വേറെ വ്യക്തി ജീവിതത്തിൽ ഒന്നിലും പോകാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല, വീട്ടിലുണ്ടാകുന്ന ഏതെങ്കിലും ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറും നമ്മൾ ഒരു എരുത്തിലുമായി ചേർന്ന ഒരു ജീവിതമാണ്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് മഴയായാലും വെയിലായാലും നമ്മൾ ഈ അധ്വാനം ചെയ്തേ പറ്റുകയുള്ളൂ. കാരണം പാലിന് വില നൽകി പാല് വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിലെ അധ്വാനം മലയാളി മനസ്സിലാക്കുന്നില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് ഈ പശു വളർത്തലിലേക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ആരും തന്നെ വ്യാപകമായി കടന്നു വരാറ്. അപ്പോൾ പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അരുൺ ഇത് ചെയ്യുന്നത്. അപ്പോൾ അരുണിൻ്റെ ഒരു ജീവിതചര്യ എങ്ങനെയാണ്, ഒരു ദിവസം എത്ര മണിക്ക് എഴുന്നേൽക്കും, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു, കാരണം അതുകൂടെ അറിയണമല്ലോ. എനിക്കിപ്പോൾ ഒരു സഹായിയുണ്ട്, ഒരാളെ ഉള്ളൂ ഇപ്പം. സത്യം പറഞ്ഞാൽ ആ ഒരാളെ കൊണ്ട് ഇത് മൊത്തം മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. 15 പശുക്കളെ കറക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് കറവയാണ്. ഇതുവരെ ഞാൻ ആക്കിയിട്ടില്ല, യന്ത്രം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഇനി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ 2 മണിയാകുമ്പോൾ അലാറം വെച്ച് ഉണരും. വെളുപ്പിന് ഞാനൊരു 2-2:30 ആകുമ്പോഴത്തേക്കും
വ്യക്തിയെ വിളിക്കും. 3 മണിക്കാണ് പുള്ളി എഴുന്നേക്കേണ്ടത്. എന്നാലും 2:30 ഞാൻ വിളിച്ചുണർത്തി ഞാൻ അവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ അയരത്തിൽ പോയി ലൈറ്റൊക്കെ ഇട്ട് എല്ലാ പശുവിനെ ഒന്ന് ഉണർത്തി എല്ലാവരും എഴുന്നേപ്പിച്ചൊക്കെ നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം വരും. ഇദ്ദേഹം വന്നു കഴിഞ്ഞ് പിന്നെ ചാണകം വരും. നേരത്തെ ഞാൻ കുളിപ്പിക്കാനൊക്കെ കൂടുമായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഞാൻ കൂടുന്നില്ല. എൻ്റെ കൈക്കൊരു ചെറിയൊരു പ്രശ്നം വന്ന കാരണം, അസ്വസ്ഥത വന്ന കാരണമോ അല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കാനൊക്കെ കൂടും. അവർ ഇപ്പോഴും ഒരാളേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഒരാളേ ഉള്ളൂ. പിന്നെ ഈ മേഖലയിൽ ആരും തൊഴിലാളികളുടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. തൊഴിലാളികളെ കിട്ടുക പഴയതുപോലല്ല. തൊഴിലാളികളെ കിട്ടാൻ വലിയ പാടാണ്. പശുവളർത്തലുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ ആളുകൾ സന്നദ്ധമല്ല. കാര്യം അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഇത്രയും നാളൊന്നും മനസ്സിലാക്കിയത്, ഒരേ രീതിയിലുള്ള ജോലി തന്നെയാണ് ചെയ്യുന്നത്. അത് കുറേ കഴിയുമ്പോൾ മനുഷ്യൻ മടുക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വരുക, ചാണകം വരുക, കുളിപ്പിക്കുക, കറക്കുക, തീറ്റി കൊടുക്കുക, പുല്ല് കൊടുക്കുക, ഇത് തന്നെയാണ്. അത് കുറെ കഴിയുമ്പോൾ എല്ലാവർക്കും അത് പറ്റില്ല. അത് ഞാൻ പല തൊഴിലാളികളെയും കണ്ടു. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. കുറെ കഴിയുമ്പോൾ ഇവരെല്ലാം ഇത് മടുക്കുക. അതൊരു സത്യമാണ്. അതാണ് ഇതിനകത്ത് ഏത് ജോലിയോടുള്ളൊരു കാര്യം. പിന്നെ മാത്രമല്ല ഇത് കുറച്ചുകൂടെ അധ്വാനം ആവശ്യമായ ജോലിയാണ്. തീർച്ചയായിട്ടും അധ്വാനം ആവശ്യമാണ്. അപ്പോൾ ആ ഒരേ രീതി ഇങ്ങനെ തുറന്നുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇതിനകത്തൊരു മടുപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലിന്റെ വിപണിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം വീടുകളിൽ പാൽ എത്തിച്ചു കൊടുക്കുന്ന ആരാണ്? വീടുകളിൽ പാൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ എത്തിച്ചു കൊടുക്കും. എത്ര മണിക്ക് ഇത് ആരംഭിക്കും? ഞാൻ രാവിലെ 7-7:30 ഞാൻ സൊസൈറ്റിയിലുള്ള പാല് കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഒരു സൈഡിൽ നിന്ന് ഞാൻ തുടർന്ന് വരിക. ഒരു എത്ര ലിറ്റർ പാൽ അങ്ങനെ വീടുകളിൽ കൊടുക്കുന്നു? വീടുകളിൽ ഏകദേശം ഒരു 50-60 ലിറ്റർ പാലോളം കൊടുക്കുന്നുണ്ട്. 50 ലിറ്റർ പാല് സൊസൈറ്റിയിലോട്ട് പോകും. ബാക്കി ഒരു 50-60 ലിറ്റർ വീട്ടിൽ വന്ന ആളുകൾ വാങ്ങുന്നുണ്ടോ? വീട്ടിൽ വന്നും വാങ്ങിക്കുന്നു. വളരെ അടുത്തുള്ളവർ മാത്രമേ വരുന്നുള്ളൂ. വീട്ടിൽ വന്ന് വാങ്ങിക്കുന്നവർ. അല്ലാതെ ഞാൻ കൂടുതലും എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ വ്യക്തികളാണ്. കാര്യം മക്കളെല്ലാം വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ മക്കള് വേറെ മിക്കവാറും വിദേശത്താണ്. അവർക്ക് പുറത്തു പോയി പാല് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അവിടെ ചെന്ന് അവർക്ക് വീട്ടിൽ വന്ന് വാങ്ങിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളെ കാത്തിരിക്കും. അപ്പം ചില ആൾക്കാരുടെ മക്കളെ എനിക്ക് പരിചയമുണ്ട്. അവർ പറയും വീട്ടിൽ കൊടുത്തേക്കണേ എന്ന് പറയും. അവരായിരിക്കും പേയ്മെന്റ് പോലും എനിക്ക് അയച്ചു തരുന്നത്. ഇതിനകത്തിലെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ അധ്വാനം, ഒരാളെ 1-2 പേരെ ജോലിക്ക് നിർത്തുന്നു, പിന്നെ ഈ പശുക്കളെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം നോക്കുമ്പോൾ പശു വളർത്തൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദായകരമാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ ഇതിനകത്ത് വലിയൊരു ആദായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അധ്വാനത്തിനനുസരിച്ചുള്ള ആദായം ഇല്ല. അതാണ് ഈ മേഖലയിൽ നിന്ന് പലരും വിട്ടുപോകാൻ കാര്യവും ഇത് തന്നെയാണ്. കാര്യം വർദ്ധിച്ച തീറ്റിച്ചെലവ്. പിന്നെ പഴയതുപോലല്ല. പണ്ട് കൃഷി ഉണ്ടായിരുന്നു, കൊയ്ത്തുണ്ടായിരുന്നു, വൈക്കോല് കിട്ടും, നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കാം. ഈവൻ പുല്ല് പോലും വില കൊടുത്തു. കാര്യം നമുക്ക് സ്ഥലങ്ങളില്ല. ഇപ്പം എവിടെ നിന്നെങ്കിലും പുരയിടത്ത് നിന്ന് പുല്ല് പറിക്കാനോ അല്ലെങ്കിൽ പശുക്കളെ അഴിച്ചു കെട്ടാനോ ഉള്ള സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ പുല്ല് പോലും ഇപ്പം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പക്ഷേ എങ്കിലും ഈ അരുണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മസംതൃപ്തിയല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം ഇത് ചെയ്യുന്നത്. ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ചെയ്യാവുന്ന അത്രയും കാലവും ഞാൻ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ വീട്ടിലെല്ലാവരുടെയും ഒരു പിന്തുണയുണ്ട്. തീർച്ചയായിട്ടും വീട്ടുകാരുടെ പിന്തുണ ഇല്ലാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം നോക്കുമ്പോൾ ഇതിപ്പോൾ പാല് കൊടുക്കുന്നു, സൊസൈറ്റി കൊടുക്കുന്നു, ഏതാണ്ട് ഒരു 10-60-70 വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടുക, ഇത് കൃത്യമായിട്ട് വാങ്ങുക, ഇതിൻ്റെ എല്ലാം സംവിധാനങ്ങൾ എങ്ങനെയാണ്? എൻ്റെ ഭാര്യയുടെ നേതൃത്വത്തിലാണ് പാലെല്ലാം അളന്നെടുക്കുകയും കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത്. പിന്നെ എൻ്റെ മൂത്ത മകളിപ്പോഴുണ്ട്. അവളാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കി എടുക്കുന്നതും. അതെല്ലാം എന്നോട് പറയും. അന്നത്തെ കണക്കുകളെല്ലാം രജിസ്റ്ററിനകത്താക്കി അവൾ അത് ലാപ്ടോപ്പിനകത്താക്കും, കമ്പ്യൂട്ടറിനകത്താക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും. അത് ചില കസ്റ്റമേഴ്സുണ്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വാങ്ങിക്കുന്നവരുണ്ട്. ചിലർ വീക്കിലി 3 പ്രാവശ്യമായിട്ടൊരു 3 ലിറ്റർ 4 ലിറ്ററൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. ചിലർ ഇതിനകത്തുനിന്ന് ബട്ടർ എടുക്കാൻ വേണ്ടി മാത്രം വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്. വീട്ടിൽ വന്ന് പ്രത്യേകം ചോദിച്ചു വാങ്ങിക്കുന്നവരുണ്ട്. അത് അവരുടെ മക്കൾക്ക് വേണ്ടി നെയ്യുണ്ടാക്കി കൊടുത്തു വിടാനും അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് തരുന്നത്. കാര്യം ഞാൻ ആലോചിച്ചിട്ട് നമ്മുടെ പാലിൽ നിന്ന് മികച്ച ഒരു ഇത് കിട്ടി, വിദേശത്തുണ്ടോ അത് പോകുന്നുണ്ടോ എന്ന്. നമ്മളിതുപോലായിരുന്നു. നമ്മൾ നേരത്തെ വിദേശത്തായിരുന്നപ്പോഴും ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ച വീടുകളിൽ നിന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ട്, അപ്പം ആ ഒരു ഇത് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംതൃപ്തി എനിക്കുണ്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പം നമുക്ക് ആവശ്യം കഴിഞ്ഞുള്ള കിടാക്കളെ, അപ്പോൾ ഓരോ കന്നുകുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ കാളക്കിടാക്കളാണെങ്കിൽ വിൽക്കുകയാണോ
കാളക്കിടാക്കളാണോ, എങ്ങനെയാണ്? കാളക്കിടാക്കളാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കുട്ടിയാണെങ്കിലും ഉടനെ കൊടുക്കത്തില്ല. പശുക്കിടാക്കളെ ഇതുവരെയും ഒന്നിനും കൊടുത്തിട്ടില്ലായിരുന്നു, എല്ലാത്തിനും ഞാൻ വളർത്തിക്കൊണ്ട് വന്നു. ഇപ്പം എനിക്ക് സ്ഥലപരിമിതി, ഇപ്പം എന്തോ ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കാം, എനിക്ക് മിക്കവാറും ഉണ്ടാകുന്നതെല്ലാം പശുക്കിടാക്കളാണ്. കാളക്കിടാക്കൾ വളരെ അപൂർവമായി. എനിക്ക് തോന്നുന്നു ഈ 2 വർഷത്തിനിടെ 4-5 കാളക്കിടാക്കൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഒരു പ്രായമായൊരു കാളക്കിടാവ് ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ഒരു ഏകദേശം 10 മാസം 11 മാസമായി, ഞാൻ കൊടുത്തിട്ടില്ല. ബാക്കി കാളക്കിടാക്കളെല്ലാം ഞാൻ 8 മാസം 9 മാസമൊക്കെ ആകുമ്പോൾ ഞാൻ കൊടുത്തു. അങ്ങനെ കാളക്കിടാക്കളില്ല സത്യം പറഞ്ഞു. ഈ അടുത്ത സമയത്ത് ഒരു 2 എണ്ണത്തിനെ കൊടുത്തു. ബാക്കി ഇപ്പം പശുക്കിടാക്കൾ ഒരു 4 എണ്ണത്തിന്, അതും ഞാൻ വളർത്തുമെന്നും എനിക്ക് ചെന്ന് കാണാനുള്ള സാമീപ്യവും സ്വാതന്ത്ര്യം ഉള്ളിടത്ത് ഞാനിപ്പോൾ 4 എണ്ണത്തിനെ കൊടുത്തിട്ടുണ്ട്. അത് സമയപ്രദേശത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. അവർ വളർത്തുമെന്നും ഉള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അവരുടെ കയ്യിൽ 2 പേരുടെ കയ്യിൽ നിന്ന് ഞാൻ പശുക്കളെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ പശു വളർത്തലിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ രോഗബാധകളാണ്. അപ്പോൾ പ്രത്യേകിച്ചും അകിട് വീക്കം, അതുപോലെ തന്നെ കുളമ്പുദീനം, ഇങ്ങനെയുള്ള ധാരാളം അസുഖങ്ങൾ പലപ്പോഴും, പ്രത്യേകിച്ച് ഈ ഉൽപാദനക്ഷമത കൂടിയ പശുക്കളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ രോഗപ്രതിരോധ ശക്തി താരതമ്യേന കുറവായി. അങ്ങനെയുള്ള പശുക്കൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പശുക്കളെ, ഉൽപാദനശേഷി കൂടിയ പശുക്കളെ വളർത്തുമ്പോൾ എരുത്തിൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ ഉണ്ടാകണം എന്ന് പൊതുവെ പറയുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണ് ചികിത്സ, ചികിത്സ ഈ വിധ കാര്യങ്ങൾ എങ്ങനെയാണ്? ചികിത്സ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് സത്യം പറഞ്ഞ എൻ്റെ തൊഴുത്തിൽ വലിയ രീതിയിലുള്ള രോഗബാധ ഉണ്ടായിട്ടില്ല. അതിൽ ഒരു കാരണമായിട്ട് ഞാൻ കരുതുന്നത് നമ്മളൊരാളെ നിർത്തിയിരിക്കാം, ആ ആൾ പുറത്തു പോകുന്നില്ല, പുറത്തുള്ള മറ്റ് ഉരുക്കളുമായിട്ടോ ബന്ധമില്ല. ഇത് കൂടുതലും അസുഖങ്ങൾ അങ്ങനെയാണ് സംക്രമിക്കുക. സാംക്രമിക രോഗം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് വൈറസ് ഇതാണല്ലോ. അപ്പം പുറത്തുനിന്ന് ഒരാൾ മറ്റുള്ള ഒരു മൃഗത്തിനെ സമീപിച്ചിട്ട് എൻ്റെ അടുത്ത് നമ്മുടെ തൊഴുത്തിൽ വരുന്നില്ല. അത് തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രധാന കാരണം. വളരെ കുറവാണ്. അകിട് വീക്കമാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതുവരെ ഒന്നും നമ്മുടെ അങ്ങനെ ഒരു വലിയൊരു രോഗബാധ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും അതുപോലെ ഉണ്ടെങ്കിൽ എൻ്റെ പിതാവിൻ്റെ എൻ്റെ സഹോദരി തന്നെ ഡോക്ടറാണ്, പുള്ളിക്കാരിയാണ് മിക്കവാറും വന്ന് തന്നെ സഹായിച്ചായിരുന്നു. പിന്നെ എൻ്റെ ഇളയ മകള് വെറ്റിനറിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അവളും താല്പര്യം കൊണ്ട് പോയതാണ്. അവളിപ്പം 4ാം വർഷം ആകുന്നു. അപ്പോൾ വെറ്റിനറി പഠനം കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യം ഞാൻ അതിലും ഇപ്പം പഴയ രീതിയിലല്ല. ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കുറ്റം കൊണ്ടല്ല. ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു പശു ഹീറ്റായി നമുക്കതിനെ ക്രോസ് ചെയ്യിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങളിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. സത്യം പറയുവാണെങ്കിൽ ഒരു 2 മാസം മുമ്പേ 9 ആൾക്കാരെ ഞാൻ സമീപിച്ചു. പക്ഷേ അവരുടെ ആരുടെയും കുഴപ്പമല്ല, അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ എൻഗേജ് ആയിരുന്നു. അപ്പോൾ അല്ല, നമുക്ക് വീട്ടിലൊരാളുണ്ടാകുമ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം അങ്ങനെ ഒരു ഇതായിരിക്കാം. ഞാനിപ്പം എൻ്റെ മോളോട് പറയാറുണ്ട്, എത്രയെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചെന്ന് സഹായിക്കണം എന്ന് പറയും. അത് ഇപ്പോൾ ആരുടെയും കുറ്റമല്ല, അവരവരൊക്കെ പല പല കാര്യങ്ങളിൽ എൻഗേജായി പോകുന്നുണ്ട്. അത് പറ്റി എങ്ങനെയാണ് ഒരു തീറ്റക്രമം എങ്ങനെയാണ്? നമ്മൾ എന്തെല്ലാമാണ് തീറ്റ? പഴയ കാലത്ത് കച്ചി, വൈക്കോല്, വീട്ടിലെ അത്യാവശ്യം അടുക്കള, ഇതെല്ലാമായിട്ടാണല്ലോ നമ്മുടെ പശു വളർത്തുന്നത്, നാടൻ പശു വളർത്തുന്നത്. ഇപ്പം അത് മാറിയിട്ടുണ്ട്. പശു വളർത്തൽ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ ആവശ്യത്തിനല്ല നമ്മൾ നോക്കുന്നത്, സാമ്പത്തികപരമായിട്ട് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പഴയ രീതിയിലുള്ള പശുക്കളുമല്ല. പശുക്കൾക്ക് ഉയർന്ന അളവിലുള്ള തീറ്റ വേണം. പാല് ഉൽപാദനക്ഷമത കൂടുതലാണ്, പാലിനനുസരിച്ച് തീറ്റ കൊടുക്കണം. ഉൽപാദനക്ഷമത അവർക്കൊക്കെ കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇപ്പം KS തീറ്റയാണ് ഒന്ന്. പിന്നെ ഗോതമ്പ് തവിട്, പരുത്തിപ്പിണ്ണാക്ക്, പിന്നെ എൻ്റെ ചില ഇത് കൂട്ടി ഒരു കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട്. കൂടിയ അളവ് കൊടുക്കത്തില്ല എല്ലാ പശുക്കൾക്കും. അത് ചെറിയ കിടാക്കൾ ആഹാരം കഴിക്കാൻ തുടങ്ങുന്ന കിടാക്കൾ മുതൽ എല്ലാവർക്കും നമ്മുടെ അളവിലൊരു റേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് സ്പെഷ്യലാണ്. അത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അത് തുടക്കം മുതലേ കൊടുക്കാറുണ്ട്. അത് വർഷകാലങ്ങളിലാണെങ്കിൽ നമ്മൾ മരിച്ചീനി ഉണക്കി വെച്ച് അത് വേവിച്ച് അത് കൂടെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള പഴയ രീതിയിലുള്ള ആ തീറ്റക്രമവും നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്. ഈ തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ടോ? തീറ്റപ്പുല്ല് നമുക്കുള്ള സ്ഥലത്ത് ഉണ്ട്. ഞാൻ പിന്നെ വേറൊരു സ്ഥലം എടുത്തിട്ട് അവിടെ അപ്പൊ നമുക്ക് ആവശ്യത്തിന് പച്ചപ്പുല്ല് കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് തികയത്തില്ല. അപ്പൊ ഞാൻ പുല്ല് പുറത്തുനിന്ന് വാങ്ങിക്കും. ഒരാള് കൊണ്ടുതരും, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കൊണ്ടുതരും. പിന്നെ ഈ നമ്മുടെ തൊഴുത്തിലെ ശുചിത്വമാണ് രോഗങ്ങളെ ചെറുത്ത് നിർത്തുന്നതിനും നമ്മളുടെ ഇതിനെ പരിചരിക്കുന്നവർക്കും വീട്ടിനും അത് ഒരു നന്മയാണ്. കാരണം അതൊരു ആരോഗ്യമാണ്.
അപ്പോൾ ഈ ശുചിത്വം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ ചാണകം, ഗോമൂത്രം ഇതിൻ്റെയൊക്കെ പരിപാലനവും അതിൻ്റെ സംസ്കരണവും ഒക്കെ എങ്ങനെയാണ്? ഗോമൂത്രം ഞാൻ 2 ടാങ്കുകളായിട്ട് ശേഖരിക്കുക. ചാണകം ഞാൻ ഈ വർഷകാലങ്ങളിലല്ലാതെ ഉള്ള സമയത്ത് ഉണക്കി ചാക്കിലാക്കി ഞാൻ ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പാലിനെ പോലെ തന്നെ ചാണകത്തിന് ഇപ്പം ഡിമാൻഡ് കൂടുതലാണ്. ആൾക്കാർ ഇപ്പോൾ ഈ മട്ടുപ്പാവ് കൃഷി, പച്ചക്കറി കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചാണകത്തിന് നല്ല ഡിമാൻഡാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എനിക്ക് കൊടുക്കാനില്ല. സത്യം പറഞ്ഞു ഞാൻ എത്രയോ ചെയ്തു വെക്കുന്നതോ അത്രയും ആൾക്കാർ വാങ്ങുന്നുണ്ട്, ആവശ്യപ്പെട്ട് വാങ്ങും. നമുക്ക് ന്യായമായ വിലയും കിട്ടുന്നില്ല. ന്യായമായ വില കിട്ടും. ഒരു ചാക്കിന് കലിത്തിരി ചാക്കിന് ഞാൻ ഏകദേശം ഒരു 250 രൂപ കണക്കാക്കി കൊടുക്കും. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വരുമാനമാണ്. അപ്പോൾ ഈ ഗോമൂത്രം നമ്മൾ ഈ പച്ചപ്പുല്ലിന് വളവാക്കി മാറ്റുകയാണ്. പുല്ലിനെ വളവാക്കുന്നുണ്ട് ഞാൻ. ഈ പിന്നെ അടുത്ത സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റാതെ വന്നപ്പം ചേർത്തലയിലുള്ള ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ളതാണെന്ന് പറഞ്ഞ് അവർ ടാങ്കർ വന്ന് എടുത്തുകൊണ്ട് പോയി. പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം അവരെടുക്കുന്നതിന്. പക്ഷേ അത് അവർ 2 ടാങ്കർ വന്ന് കൊണ്ടുപോയി. അതിന് നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. അവർക്ക് ഒരു പേയ്മെന്റ് ഉണ്ട്. ആ പേയ്മെന്റ് കൊടുത്താൽ അവർ ടാങ്കറിന് കൊണ്ടുപോയിക്കോളൂ. അവരിത് എന്ത് ചെയ്യണം? അവരെ അവിടെ വളമാക്കാൻ കൊണ്ടുപോകുന്ന പറഞ്ഞു. ശരി. അപ്പോൾ അത് അങ്ങനെ ഒരു സാധ്യത ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യക്കാരെങ്കിലും ചോദിക്കുവാണെങ്കിൽ പശു ഇപ്പം ഇന്നത്തെ കാലത്ത് വിശ്വസ്തയോടുകൂടി പശുക്കളെയും പശുക്കിടാക്കളെയും വാങ്ങുക എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രശ്നമാണ്. പലരും കേരളത്തിന് പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. കേരളത്തിനകത്തുനിന്ന് വാങ്ങുക എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അതൊരു വിശ്വാസത്തിന്റെ കുടിയടയാളം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ പശുക്കളെ കൊടുക്കത്തക്ക നിലയിലേക്കും പശുക്കിടാക്കളെ കൊടുക്കത്തക്ക നിലയിലേക്കും നമ്മൾ മാറിയിട്ടുണ്ടോ? ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഇതുവരെ വാങ്ങിച്ച പശുക്കളെ ഒന്നും കൊടുത്തിട്ടില്ല. 1-2 പശുക്കളെ കൊടുത്ത് മാറിയിട്ടേ ഉള്ളൂ. കുറച്ച് അവരുടെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാറിയിട്ടേ ഉള്ളൂ. ഞാൻ ഇതുവരെയും പശുക്കളെ അങ്ങനെ കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ കൊടുക്കാനുള്ള മനസ്സില്ല. അതാണ്. ഞാൻ ഒരു പശുവിനെ ഇപ്പം അതിനെ കുത്തിവെച്ച് ചെന പിടിച്ചില്ലെങ്കിലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കും. ഇതുവരെ എനിക്കൊന്നും പാഴായി പോയിട്ടില്ല. എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം. ഒന്നും നമുക്കങ്ങനെ മോശമായിട്ട് വന്നിട്ടില്ല. ഈ പശു വളർത്തലിലെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് ഈ ഇപ്പം അരുണിൻ്റെ പാലെന്ന് പറയുന്നത് അതിനകത്ത് നാടൻ ക്രോസ് ബ്രീഡ് അല്ലാതെ ഉൽപ്പാദനക്ഷമത കൂടിയ പശു എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാല് ശരിക്കും പറഞ്ഞാൽ പാലായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അതിൻ്റെ വെണ്ണ എടുക്കുകയോ അത് നെയ്യാക്കി മാറ്റുകയോ ഒന്നും ചെയ്യാതെ നേരെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണമേന്മ ഏറെയാണ്. പക്ഷെ നമുക്കത് കുറച്ച് ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് കുറച്ച് വെണ്ണയെടുത്ത് നെയ്യാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ലാഭകരമല്ലേ? തീർച്ചയായിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഈ പാലായിട്ട് കൊടുക്കുന്നതിലും നമുക്ക് സാമ്പത്തിക ലാഭം കൂടുതലുള്ളത് ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കൊടുക്കുന്നതാണ്. അല്ല, അതിനെക്കുറിച്ചൊരു ചിന്തയുണ്ട്. നമ്മളിങ്ങനെ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കണ്ടേ? തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എനിക്കൊരു ആലോചനയുണ്ട്. ഒന്ന് ചെയ്യണം. കാരണം അതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ ലാഭം അത് തന്നെയാണ്. ഇപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പച്ചച്ചാണകം ഇനി അത് ഇപ്പോൾ ഒരു അതിനുള്ള യന്ത്ര സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉണക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിമാൻഡും ഉണ്ട്. അപ്പം ഹൈ റേഞ്ച് മേഖലയിലുള്ള തോട്ടം പച്ചച്ചാണത്തിനേക്കാളിലും അധികം ഉണക്കച്ചാണത്തിന് ഡിമാൻഡുണ്ട്. നമ്മളെ വളരെ സമീപിച്ചായിരുന്നു. ഉണക്കച്ചാണകം നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതൊരു പരിമിതി സമീപിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നാട്ടുകാർ തന്നെ ആവശ്യപ്പെട്ട് വരുന്നില്ല. തീർച്ചയായിട്ടും നാട്ടുകാർ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ 2 വർഷത്തെ ഒരു കണക്കെടുപ്പ് നമുക്കിപ്പോൾ എപ്പോഴും ഒരു നാൾ വഴി പരിശോധന. കാരണം നമുക്ക് ഇതിനകത്ത് നമ്മളുടെ അധ്വാനം, നമ്മൾ ഇതിനകത്ത് സമ്പത്ത് മുടക്കുന്നു, ഒരുപാട് പേരുടെ കൂട്ടായ പ്രയത്നമുണ്ട്, വീട്ടുകാരുടെ മുഴുവൻ പങ്കാളിത്തമുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മുടെ ഒരു വരുമാനദായക മാർഗം കൂടിയാണത്. അപ്പോൾ നമുക്ക് എത്രയാണ്, എങ്ങനെ, അതൊന്നും അങ്ങനെ വല്ലതും നോക്കാറുണ്ടോ? നമ്മൾ കണക്കെടുപ്പൊക്കെ നടത്താൻ? ഞാൻ കണക്കെടുപ്പ് നോക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഇപ്പം 2 വർഷമായുള്ളൂ. ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയതിൽ കൂടുതൽ ഇതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ പുറത്തുനിന്ന് എടുക്കാതെ കൂടുതൽ ഇപ്പം രണ്ടാമതൊരു തൊഴുത്തും കൂടെ ഞാൻ വെച്ചു. അപ്പം പിന്നെ പശുക്കളെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഇപ്പം ഒരു വലിയൊരു ലാഭം ഇതിനകത്തുനിന്ന് ഉണ്ടായിരുന്ന, അങ്ങനെ ഒരു വലിയ ലാഭം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കിട്ടിയ ലാഭം അവിടെ തന്നെ ഞാൻ മുടക്കിയിരിക്കുകയാണ്. കാരണം അതിനെ വിപുലീകരിക്കുക. ഇനിയും പശു വളർത്തൽ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? വിപുലീകരിക്കാൻ എനിക്ക് കുറച്ച് ഇപ്പോഴുള്ള സ്ഥലത്ത്, ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ കുറച്ച് സ്ഥലപരിമിതികളുണ്ട് എനിക്ക്. ഞാൻ അല്ലാതെ ഉള്ളൊരു പദ്ധതിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വിപുലമായ, അതായത് ഈ കിടാരികളെയൊക്കെ ഒന്ന് മാറ്റി അവരെ അവിടെ വളർത്തിയെടുത്ത് പിന്നെ നമ്മുടെ തൊഴുത്തിലോട്ട് കൊണ്ടുവരാനുള്ള ഇതൊക്കെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിലേക്ക് മാറണമെന്നാണ് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ
ചില ആളുകൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ധാരാളം പേരുണ്ട്. വളരെ ആഗ്രഹത്തോടു കൂടി വരികയും താല്പര്യപൂർവ്വം അതിൽ ഉറച്ചു നിൽക്കുകയും ഏതാണ്ട് ഒരു 1.5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് വലിയ മാനസിക ക്ലേശമാണ്. കാരണം സമയത്ത് ഇത് ആളുകൾക്ക് പാലെത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ വിളി വരും. മാത്രമല്ല സമയത്ത് പശുവിനെ കറന്നില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ എല്ലാ ഇതൊരു ശരിക്കും പറയാൻ ഒരു ചെയിനാണ്, പരസ്പര ബന്ധിതമായ ഒന്നാണിത്. അപ്പോൾ അത് സമയബന്ധിതമായി ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ള നിലയിൽ നമുക്ക് അവിടെ നമ്മൾ പരിപൂർണമായി നമ്മുടെ മനസ്സും ശരീരവും അവിടെ തന്നെ വേണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ പലരും ചിലത് വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചു പോയ ധാരാളം പേരുണ്ട്. അപ്പോൾ എന്തായാലും അരുൺ അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരാളാണ്. ഉപേക്ഷിക്കാൻ എനിക്കില്ല, ഞാൻ പറഞ്ഞില്ലേ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. പിന്നെ ഇതിനകത്തെ ഞാൻ പ്രധാന ഒരു കാരണം പറഞ്ഞത് ഇത്രയും ബുദ്ധിമുട്ടുകൾ ആദ്യമായിട്ട് നമുക്ക് തൊഴിലാളി ക്ഷാമം. ഇതിനകത്തൊരു തൊഴിലാളിയെ നമുക്ക് സ്ഥിരം ഇപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ ഒരു കുറഞ്ഞതൊരു 8-9 പേരോളം എനിക്ക് വന്നിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇത് മടുക്കുന്നതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല. അവർ പറയുന്ന ഇതെല്ലാം കൊടുത്ത് മാന്യമായിട്ടുള്ള ശമ്പളവും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് താമസം നിൽക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സ്ഥിരമായി സ്ഥായിയായി ഒരാളെ നമുക്ക് സഹായിയായിട്ട് കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ പാലിന് മിൽമ വില കൂട്ടി 4 രൂപ 1 ലിറ്റർ പാലിന് കൂട്ടി എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ എത്ര രൂപ വെച്ചാണ് പാല് വിൽക്കുന്നത്? ഞാനിപ്പോൾ 65 രൂപ വെച്ചാൽ കൊടുക്കുന്ന. മിൽമ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. 70 രൂപ വെച്ചൊക്കെ ഓരോരുത്തർ വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ വാങ്ങിച്ചില്ല. പക്ഷേ കൂട്ടണം, അതിലോട്ട് പോകാതെ പറ്റത്തില്ല. അപ്പം ഈ പാൽവില ഇപ്പോൾ കൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പലപ്പോഴും പലരും ഇപ്പം ഉപഭോക്താക്കൾ പലപ്പോഴും നെറ്റി ചുളിക്കാറുണ്ട്. എല്ലാവരും ഇല്ല, ഇത്രയും വലിയ വില. പക്ഷെ അവിടെ ഇത് ചെയ്യാൻ ആരും തയ്യാറല്ല. ഈ പശു നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തെ നമ്മൾ വളരെ കൃത്യമായി പരിശോധിച്ചാൽ ഒരു പ്രദേശത്തെ എല്ലാ വീടുകളിലും പശു വളർത്തലുണ്ടായ ഒരു കാലം. പശു വളർത്തലില്ലാത്ത വീടുകളില്ല. വീട് വയ്ക്കുന്നതിന് മുമ്പേ തൊഴുത്ത് വയ്ക്കുക എന്നുള്ള ഒരു സംസ്കാരം നിലനിന്ന നാടാണ് നമ്മുടെ. പക്ഷേ ഇപ്പം നമ്മൾ ഏതൊരു പ്രദേശം എടുത്താലും ഒരുപക്ഷെ 1-2 വീടുകളിൽ മാത്രമായിരിക്കും പശു വളർത്തലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കാതെയാണ് നമ്മൾ പാലിന് 1 രൂപ കൂടുമ്പോൾ നമ്മൾ വല്ലാതെ പരിതപിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അരുൺ എന്ത് തോന്നുന്നു? ആ ഒരു ഉപഭോക്താക്കളുടെ ആ ഒരു ചിലരുടെ മനസ്സ് മാറ്റും. പക്ഷേ ഇപ്പം ഞാൻ 1-2 പേരോടൊക്കെ പറഞ്ഞിരുന്നു പാലിൻ്റെ വില കൂടിയേക്കും, മിൽമ കൂട്ടിയല്ലോ. ചിലർ പറഞ്ഞു കൂട്ടുവാണോ, എന്നാൽ നടക്കട്ടെ. അപ്പോൾ ചിലർ ചോദിക്കും അയ്യോ ഞങ്ങൾക്കും ആ വിലയ്ക്കാണോ തരുന്നത്? അപ്പോൾ ഇതിൻ്റെ പുറയിലുള്ള അധ്വാനം. പക്ഷേ ഈ കുറച്ച് പ്രായമായ മനുഷ്യരൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന്. അവർ അന്ന് പഴയ കാലത്ത് അവരുടെ വീട്ടിലും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരു കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീട്ടിൽ പലയിടത്ത് കുറച്ച് താമസിച്ചു പോയി. പക്ഷേ ഞാനത് ഞാൻ സോറി പറഞ്ഞു, താമസിച്ചു പോയി, ആളില്ലാത്തതുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് നാൾ കൊണ്ട് എനിക്ക് തൊഴിലാളിയുടെ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ കുറച്ച് ലേറ്റായിട്ട് എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അരുണിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മളെ എന്നിട്ട് അവർ വേറൊരു ആളെ നോക്കിയിരിക്കുന്നില്ല, കണ്ടെത്തുന്നില്ല. നമ്മൾക്ക് വേണ്ടി ചിലപ്പം നമ്മുടെ പാലിൻ്റെ ഗുണമേന്മ കൊണ്ടായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെയും ഞാൻ ഈ പാൽ ഇത്രയും വീടുകളുണ്ടെങ്കിലും ഒരിടത്ത് പോലും പോയി ചോദിച്ചിട്ടല്ല. ഞാൻ പാൽ കൊണ്ടുവരട്ടെ, ഒരാൾ പറഞ്ഞ് കേട്ടാണ് എനിക്ക് ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഒരു നാടിന്റെ പാൽക്കാരനായി. മിനിഞ്ഞാന്ന് ഒരു പ്രായമായ വ്യക്തി പുള്ളി പറഞ്ഞു ഞാൻ എന്നും കാണും ഇതൊരു പാല് കൊണ്ടുവന്നു, ഇത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് എന്നെ അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇന്നിടത്തെ ഇന്നയാളുടെ മകനാണെന്നെല്ലാം അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ പുള്ളി വാങ്ങിച്ചു തുടങ്ങി. 2 ദിവസം കൊണ്ട് എനിക്കിവിടെ തരാമോ മോനെ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ധാരാളം പേര് വരുന്നില്ലേ? അങ്ങനെ ഈ ക്ഷീരവികസന വകുപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷീരവികസന, അതായത് പശു വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ധാരാളം പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. ക്ഷീരവികസന വകുപ്പുണ്ട്, KLD ബോർഡുണ്ട്, മിൽമയുണ്ട്. അപ്പം ഈ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ക്ഷീരവികസന വകുപ്പിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ക്ഷീരവികസന വകുപ്പിൽ നിന്ന് എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഈ കഴിഞ്ഞ വർഷം എനിക്ക് പുൽകൃഷി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ചെയ്തത്. KLD ബോർഡല്ല, ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിരുന്നു. പിന്നെ മിൽമയുടെ ഈ വേനൽക്കാലത്ത് ഒരു കുറച്ച് കച്ചി സബ്സിഡി കിട്ടിയായിരുന്നു. കുറച്ചേറെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അളവ് പറയുന്നില്ല, പക്ഷെ തന്നിരുന്നു. അങ്ങനെ കിട്ടുന്ന ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. എന്നാലും ഇതിനകത്ത് ഇവരുടെയൊക്കെ ഇടപെടലുകൾ ഒന്നും കൂടെ കാര്യക്ഷമമാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതിനകത്തുനിന്ന് പലരും വിട്ടുപോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പഞ്ചായത്തുകൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, പ്രാദേശിക സർക്കാരുകളാണ്.
അപ്പോൾ അരുണിന് മാവേലിക്കര നഗരസഭ തന്നെ ഏറ്റവും മികച്ച നഗരസഭയിലെ ക്ഷീരകർഷകനുള്ള അവാർഡ് തരുന്നു. പക്ഷെ ഒപ്പം അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ മകൻ അച്ഛനോളം വലുതാകണം എന്നാഗ്രഹിച്ച അമ്മ മകൻ പാല് കുടിക്കാഞ്ഞതിൽ ദുഃഖിച്ചു എന്നാണ് നമ്മൾ പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ പാല് ആരോഗ്യത്തിൻ്റെ ഒരു പര്യായപദമാണ്. അപ്പം നല്ല പാല് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ അധ്വാനം കണക്കിലെടുത്തുകൊണ്ട് വേണമെങ്കിൽ നമ്മളുടെ നഗരസഭകൾക്ക് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഉദാരമായ ഒരു മനസ്സും സമീപനവും ഈ കാര്യത്തിൽ എങ്ങനെയുള്ള സഹായങ്ങൾ കിട്ടിയാൽ കുറച്ചുകൂടി നമുക്ക് ഇത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഈ പാലിൽ നിന്ന് വെണ്ണ എടുത്തിട്ട് അത് നെയ്യാക്കി മാറ്റുന്നതിനുള്ള ഒരു സംവിധാനത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നാൽ അത് നമുക്ക് പ്രയോജനപ്പെടുകയില്ലേ? അത് പ്രയോജനപ്പെടും. അതിനേക്കാൾ ഉപരി ഞാനൊരു കാര്യം പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്നു കിടാരി വളർത്തൽ പദ്ധതി. അപ്പം നമുക്കുണ്ടാകുന്ന പശുക്കിടാക്കൾ, മേന്മേറിയ പശുക്കിടാക്കൾ, ഞാനിപ്പം പ്രീമിയം ബുൾസമ്മിനൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ 1-2 കുട്ടികളുണ്ട്. അപ്പം അതുങ്ങൾക്കുള്ള ഒരു തീറ്റി നമുക്കൊരു ഒരു പ്രായം വരെ എന്ന് വെച്ചാൽ അതുങ്ങൾ പ്രായമായി അതിനെ ഇണയേർക്കാനുള്ള ഒരു സമയം എത്തുന്നിടം വരെയും നമുക്ക് തീറ്റി, അങ്ങനെ ഒരു ചെറിയൊരു പദ്ധതി എനിക്ക് കിട്ടിയിരുന്നു. 1 വർഷം ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ 1 വർഷം എൻ്റെ ഒരു കിടാവിനെ എടുത്തു. പക്ഷെ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഒരു വീട്ടിൽ അവർ വന്ന് സെലക്ട് ചെയ്യുന്ന എത്ര കിടാക്കളുണ്ടോ അത്രയും കിടാരികൾക്ക് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പദ്ധതി ശരിക്കും പറഞ്ഞാൽ അതൊരു നന്മയാണ്. കാരണം എന്താണെന്നറിയോ, ഈ പശുക്കിടാവ് വളർന്ന് നല്ല പശുവായി വരുമ്പോഴാണ് അത് നല്ല ഉൽപാദനക്ഷമതയുള്ള പശുവാകും. അപ്പോൾ അതിനുള്ള ഒരു പ്രേരണ കൂടിയല്ലേ അത്? അത് എനിക്ക് എൻ്റെ ഒരു കിടാവിന് അത് കിട്ടിയിരുന്നു. 1 വർഷത്തോളം അത് തന്നു. അതിനുള്ള ധാതുലവണം മിശ്രിതവും തീറ്റി മിൽമേന്ന് സബ്സിഡി ഇടയ്ക്ക് നമുക്ക് തന്നു. അങ്ങനെയൊക്കെ കൊടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ മേഖലയിലേക്ക് കൂടുതൽ ആൾക്കാർ വരുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. പിന്നെ ഇതിനകത്തിൽ താല്പര്യം ഇല്ലാതെ ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. വെറുതെ പശു വളർത്തൽ എന്ന് പറഞ്ഞാൽ ആരും വരികയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കുണ്ടായിരുന്ന ഒരു 4 കന്നുകുട്ടികളെ ഞാൻ കൊടുത്തു. അവർക്ക് താല്പര്യമുള്ള സ്ത്രീകളാണ്, പ്രായമായവരാണ്, കുറച്ചൊക്കെ പ്രായമായ 10-50 വയസ്സിന് മേളിലൊക്കെ ഉള്ളവരാണ് അവരൊക്കെ. അപ്പോൾ അവരൊക്കെ പശുവിനെ വളർത്തി പരിചയമുള്ളവരും അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വളർത്തി പരിചയമുള്ളവരും. അവരുടെ ഈ 2 പേരുടെ കയ്യിൽ നിന്ന് ഞാൻ പശുക്കളെ വാങ്ങിച്ചിരുന്നു. അപ്പം പശുക്കളെ വാങ്ങിച്ച ഗുണമേന്മയും വർഗ്ഗമേന്മയുള്ള പശുക്കളെ ഞാൻ വാങ്ങിച്ചു. അതുപോലെ ഞാൻ എൻ്റെ 4 കുട്ടികളെ അവർക്ക് കൊടുത്തു. 2 പേർക്ക് 2 കൊടുത്തു. അപ്പം അങ്ങനെ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ അവരൊക്കെ പരാതി പറയുന്നുണ്ട്, ഇവിടെ നിന്നൊന്നും കിട്ടുന്നില്ല, എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പ്രോത്സാഹനം കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. കാരണം എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്ന, എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവർക്കും സബ്സിഡി കൊടുക്കുന്ന ഒരു കാലമായി. കാരണം എന്തിനും ഏതിനും സബ്സിഡി എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയിട്ട്, അപ്പോൾ ഇവിടെ അധ്വാനിക്കുന്ന, ഈ തൊഴുത്തിൽ ജീവിതം സമർപ്പിക്കുന്ന, രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നവരെ സഹായിക്കുക. കാരണം അതിൻ്റെ പിന്നിൽ ശരിക്കും കേരളത്തിൽ കൃഷി ഇല്ലാതായത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എരുത്തിരികൾ ഇല്ലാതായതുകൊണ്ടാണ്. കാരണം ആവശ്യത്തിന് ജൈവവളം എന്നുള്ള നിലയിൽ ചാണകവും ഗോമൂത്രവും കിട്ടിയിരുന്നപ്പോൾ നമുക്ക് കൃഷി സമർത്ഥമായിരുന്നു. അപ്പോൾ അത് എരുത്തിലികൾ പൊളിച്ചു മാറ്റിയതോടുകൂടിയാണ് ശരിക്കും കേരളത്തിലെ കൃഷി അന്യമായത്. അതിനൊരു കാരണം അതുതന്നെയാണ്. അപ്പോൾ കൃഷി തിരിച്ചു വരുവാൻ, മണ്ണിനെ ഉർവരമാക്കാനൊക്കെ നമുക്ക് പശു വളർത്തൽ വളരെ പ്രധാനം തന്നെയാണ്. അപ്പം നമ്മൾ ധാരാളം കാര്യങ്ങൾ പങ്കുവച്ചു. തീർച്ചയായിട്ടും കാരണം സമൂഹത്തിൽ മറ്റു പലരും, കാരണം ഒരു വെള്ളക്കോളർ ജോലിയല്ല പശു വളർത്തൽ എന്ന് പറയുന്നത്. അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഏറ്റവും വലിയൊരു മൂർത്തിമത് ഭാവമാണ് ഒരു പശു വളർത്തലിൽ ഏർപ്പെടുന്ന ഒരാൾ. അവരെ ബഹുമാനിക്കുക തന്നെ വേണം. കാരണം അവർ സമൂഹത്തിന് ചെയ്യുന്ന നന്മ എന്ന് പറയുന്നത് വെറുതെ പശു വളർത്തി കുറച്ച് പണം ഉണ്ടാക്കുക മാത്രമല്ല, അവിടുത്തെ കൃഷിയുടെ മേന്മയ്ക്ക് ഒപ്പം ഏറ്റവും നല്ല ഗുണമേന്മയാർന്ന പാല് നൽകുന്നതിന് ഒരു സഹജീവനത്തിൻ്റെ സമതാളം കൂടിയാണ് പശു വളർത്തൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അരുണിനെ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഇത് കുറച്ചുകൂടി വികസ്വരമായ നിലയിലേക്ക് അരുണിന്റെ പശു വളർത്തൽ മാറട്ടെ. പുതിയ പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക്, അതായത് അരുണിന്റെ പേരിൽ ഒരു ഉൽപ്പന്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയും അനുഭവ സാക്ഷ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേതനയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് വളരെ നന്ദി. നമസ്കാരം.